നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിലങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെയും ഈ വർഷത്തെ തിരുവുത്സവം 2024 ഫെബ്രുവരി 11 ഞായറാഴ്ച തൃക്കൊടിയേറുകയുണ്ടായി. 2024 ഫെബ്രുവരി 18 ഞായറാഴ്ച തിരു ആറാട്ടോടുകൂടി സമാപിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രതന്ത്രി തൃശൂർ ചെറുമുക്കമന ജാതവേദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളോടുകൂടി ആരംഭിക്കുന്ന തിരുവുത്സവം വിപുലമായ കലാപരിപാടികൾ, വൈദ്യുത ദീപക്കാഴ്ച, അലങ്കാര ദീപക്കാഴ്ച, വമ്പിച്ച കെട്ടുകാഴ്ചകൾ തുടങ്ങി വർണ്ണാഭമായ കാര്യക്രമങ്ങൾ കൊണ്ട് വിലങ്ങറ പൂരമായി കൊണ്ടാടുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. പൂരത്തിന്റെ വിശേഷങ്ങളിലേക്ക് വിലങ്ങര തൃക്കൊടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ പ്രസിഡന്റ് സി അനിൽകുമാറാണ്. വിലങ്ങര ക്ഷേത്രത്തിലെ ഓട്ടവിശേഷങ്ങൾക്കൊക്കെ ശേഷം, അതായത് വിലങ്ങര കാവടിയാട്ടം അടക്കമുള്ള വലിയ ആഘോഷങ്ങൾക്ക് ശേഷം ആണ് ഇന്നലെ ഈ ക്ഷേത്രത്തിലെ കൊടിയേറി 8 ദിവസത്തെ ഉത്സവത്തിന് ആരംഭം കുറിച്ചു. 3 കരയിൽപ്പെട്ട ദേശാവകാശമുള്ള ക്ഷേത്ര വിശ്വാസികളുടെ ഒരു വ്യവസ്ഥാപിത സംഘടനയായ തൃക്കൊടിയൂർ ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിലും പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് ഈ ഉത്സവം ഇന്നലെ കൊടിയേറി അതിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ പറയെടുപ്പ് ആരംഭിച്ചു. ഇതിൻ്റെ ദേശാവകാശം ഉണ്ടായിരുന്ന ഇടയ്ക്കളം മുന്നൂർ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നും ആണ് ആദ്യമായി പറ എഴുന്നള്ളത്ത് ആരംഭിച്ചു. നാളെ മുതൽ കൊടിമൂട്ടിൽ പറയാണ്. നാളെ മുതലുള്ള 8 ദിവസവും വിവിധ കലാപരിപാടികളോടുകൂടി വളരെ ആഘോഷപൂർവ്വമാണ് ഉത്സവം കൊണ്ടാടാറുള്ളത്. 8ാം ദിവസമായ രോഹിണിയാണ് ഇവിടുത്തെ ആറാട്ട് ദിവസം. കുംഭത്തിലെ രോഹിണിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ആറാട്ട് ദിവസമായി എടുത്തിട്ടുള്ളത്. അന്നേ ദിവസം ആറാട്ടോടുകൂടി വൈകുന്നേരം നിരവധി കെട്ടുകാഴ്ചകളോടുകൂടി ഗജവീരന്മാരോടുകൂടിയുള്ള വലിയ ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 8ാം ദിവസം വൈകിട്ട് കലാപരിപാടികളോടുകൂടി ഈ ആഘോഷ പരിപാടികൾ അവസാനിക്കുന്നതാണ്. ഇത് വിലങ്ങര ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു വർഷത്തെ നിരവധി ആഘോഷങ്ങൾക്ക് പുറമെ വളരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തൃശ്ശൂർ ചെറുമുക്ക് മനയിൽ ജാതവേദൻ നമ്പൂതിരി അവർകളാണ് ഇതിൻ്റെ താന്ത്രികം. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ഉത്സവ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉത്സവബലി, പള്ളിവേട്ട, ആറാട്ടുത്സവം ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിവിധങ്ങളായ കലശങ്ങളോടുകൂടിയ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങായിട്ടാണ് ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കാറുള്ളത്. അതിന് ഇന്നലെ തുടക്കം കുറിച്ചു. ഓരോ വ്യക്തികൾക്ക് പുറമെ 3 കരയിൽ നിന്ന് 3 കരയുടെ വഴിപാടായി നടത്തപ്പെടുന്ന 3 ദിവസത്തെ ആഘോഷവും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വലിയ ഗാനമേള അടക്കമുള്ള കലാപരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന ചടങ്ങുകളാണ്, ഉത്സവാഘോഷങ്ങളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. അത് 3 കരയുടെ വകയായിട്ട് 3 ദിവസം, അതായത് 5ാം ഉത്സവം താഴം കരയും, 6ാം ഉത്സവം ഇടവട്ടം കരയും, അതുപോലെ ആറാട്ടുത്സവം ഏറം കരയും. ഇങ്ങനെയാണ് ഈ വർഷം ഈ ഉത്സവാഘോഷങ്ങൾക്ക് അതിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്നതിന് അതിന് നേതൃത്വം എടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള എല്ലാ പരിപാടികളും ഇവിടെ വളരെ മാതൃകാപരമായി നടന്നു വരുന്നുണ്ട്.